നന്ദൻകോട് കൂട്ടക്കൊലയിൽ കേതൽ ജിൻസൺ രാജ കുറഞ്ഞത് 26 വർഷം ജയിലിൽ കഴിയണം. വീട് കത്തിച്ചതിന് 7 വർഷം തടവ്, തെളിവ് നശിപ്പിച്ചതിന് 5 വർഷം, കൊലക്കേസിൽ ജീവപര്യന്തവും ശിക്ഷ. അമ്മാവൻ ജോസ് സുന്ദരത്തിന് 15 ലക്ഷം രൂപ പിഴ നൽകണം. ശിക്ഷ വിധിച്ചത് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി. ഇന്ത്യൻ ആക്രമണങ്ങളിൽ 11 സൈനികർ കൊല്ലപ്പെട്ടതായി സമ്മതിച്ച് പാകിസ്ഥാൻ. 78 പേർക്ക് പരിക്കേറ്റു എന്നും സ്ഥിരീകരണം. ഷോപ്പിയാനിൽ 3 ലഷ്കർ ഭീകരരെ വധിച്ച ഇന്ത്യൻ സേന. ആദംപൂർ വ്യോമത്താവളത്തിലെത്തി സേനാംഗങ്ങളെ നേരിട്ട് അഭിനന്ദിച്ച മോദി. പഞ്ചാബ് ഫിറോസ്പൂരിൽ പാക് ഡ്രോൺ ആക്രമണത്തിൽ പരിക്കേറ്റ സ്ത്രീ മരിച്ചു. അതിർത്തിയിലെ ജനജീവിതം സാധാരണ നിലയിലേക്ക്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുറന്നു. ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയ ഇടങ്ങളിൽ അതീവ ജാഗ്രത. വെടിനിർത്തലിൽ രാഷ്ട്രീയ വിവാദം കടുപ്പിച്ച് കോൺഗ്രസ്. ട്രംപിന്റെ അവകാശവാദത്തിൽ പ്രധാനമന്ത്രി മറുപടി പറയണമെന്ന ആവശ്യം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കണമെന്നും കോൺഗ്രസ്. പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കേണ്ടതില്ലെന്ന് ശരത് പവാർ. പൊള്ളാച്ചി കൂട്ടബലാത്സംഗ കേസിൽ 9 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ. ശിക്ഷ വിധിച്ചത് കോയമ്പത്തൂർ മഹിളാ കോടതി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സ്വർണം കാണാതായത് മോഷണശ്രമമെന്ന എഫ്ഐആർ. സ്വർണ്ണപ്പണിക്കിടെ നഷ്ടപ്പെട്ടതെന്ന ക്ഷേത്ര ജീവനക്കാരുടെ വാദങ്ങൾ തള്ളി പോലീസ്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ സ്വർണം ഉപേക്ഷിക്കുകയായിരുന്നുവെന്ന് വിലയിരുത്തൽ. മുൻപും വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടമായതിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം. കെപിസിസി നേതൃമാറ്റത്തിൽ അമർഷം പുകയുന്നു. മതിയായ കൂടിയാലോചന നടന്നില്ലെന്ന ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ. കെ.സി. വേണുഗോപാലിന്റെ വിശ്വസ്തരെ കുത്തിനിറച്ചെന്ന വിമർശനം. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയിൽ നിന്ന് വിട്ടുനിന്ന കെ. സുധാകരൻ. CBSE പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. +2 വിജയം 88.39%. 10ാം ക്ലാസ് വിജയ ശതമാനം 93.66. ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഫലമറിയാം. സൈബർ തട്ടിപ്പ് പുതിയ രൂപത്തിൽ. ഗതാഗത നിയമലംഘനത്തിനുള്ള പിഴ അടയ്ക്കണമെന്ന വ്യാജ സന്ദേശം. ലിങ്ക് ഓപ്പൺ ചെയ്യുന്നവരുടെ ഫോൺ ഹാക്ക് ചെയ്ത് തട്ടിപ്പ്. സംസ്ഥാനത്ത് തട്ടിപ്പിനിരയായി നിരവധി പേർ. ജാഗ്രത പാലിക്കണമെന്ന് പോലീസ്.